ബജറ്റും വ്യത്യസ്തങ്ങളായ പ്രഖ്യാപനങ്ങളാൽ എപ്പോഴും ജനശ്രദ്ധ ആകർഷിക്കാറുണ്ട്. എന്നാൽ അന്നൊന്നും സംഭവിക്കാത്ത വളരെ അപൂർവമായ ഒരു കാര്യത്തിനാണ് ധനകാര്യമന്ത്രിയുടെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച ആദ്യ ബജറ്റ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ ബജറ്റിലെ പ്രഖ്യാപനങ്ങളെ പരസ്യമായി അഭിനന്ദിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു പെട്ടെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ കൃത്യമായ കാരണവുമുണ്ട്. പുതിയ ബജറ്റിൽ മലയാള സിനിമയ്ക്ക് അത്രയേറെ അകമഴിഞ്ഞ പിന്തുണയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സിനിമയെ ഒരു വെറും വിനോദോപാധിയായി കാണാതെ അതിനെ ഒരു വ്യവസായമായി പ്രഖ്യാപിച്ച കേരള സർക്കാരിന്റെ തീരുമാനത്തെയാണ് മോഹൻലാൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തത്. ഈ നിർണായക തീരുമാനം സിനിമാ മേഖലയ്ക്ക് പുത്തനുണർവും വലിയ വളർച്ചയും പ്രദാനം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആയിരക്കണക്കിന് വരുന്ന സാധാരണക്കാരായ സിനിമാ പ്രവർത്തകർക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഈ പ്രഖ്യാപനത്തിന് മുൻകൈയെടുത്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനും സാംസ്കാരിക വകുപ്പ് മന്ത്രി പി.സി. വിഷ്ണുനാഥിനും തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മോഹൻലാൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയുണ്ടായി. സാധാരണയായി മോഹൻലാൽ രാഷ്ട്രീയപരമായോ ഭരണപരമായോ ഉള്ള കാര്യങ്ങളിൽ അത്ര പെട്ടെന്ന് ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ചെയ്യാത്ത വ്യക്തിയാണ്. അങ്ങനെയുള്ള ആളാണിപ്പോൾ പ്രഖ്യാപിച്ച സിനിമാ പാക്കേജിൽ സന്തോഷം കൊണ്ട് കൈകൂപ്പി നന്ദി പറഞ്ഞിരിക്കുന്നത്. യു.ഡി.എഫ് സർക്കാരിന്റെ ഈ ആദ്യ ബജറ്റിലൂടെ കൊച്ചിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുള്ള ഫിലിം സിറ്റി സ്ഥാപിക്കാൻ 100 കോടി രൂപ വകയിരുത്തിയത് ചലച്ചിത്ര മേഖല ഒന്നടങ്കം വലിയ ആവേശത്തോടെയാണ് കാണുന്നത്. മലയാള സിനിമയുടെ പിതാവായ ജെ.സി. ഡാനിയലിന്റെ സ്മരണാർത്ഥം ജെ.സി. ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി അഥവാ ചിത്രനഗരം പദ്ധതി എന്ന പേരിലാണ് കൊച്ചിയിൽ ഇത് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. മുൻ സർക്കാർ വലിയ വാഗ്ദാനങ്ങൾ നൽകി കടന്നുപോയെങ്കിലും ആദ്യ ബജറ്റിൽ തന്നെ തുക വകയിരുത്തി കൃത്യമായ പ്ലാനോടെ മുന്നോട്ട് പോകാൻ വി.ഡി. സതീശൻ സർക്കാർ കാണിച്ച ആർജവമാണ് മലയാള സിനിമയിലെ മഹാനടൻ പോലും ഈ രീതിയിൽ പരസ്യമായി നന്ദി പറയാൻ പ്രേരിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ ആ പ്രഖ്യാപനമൊന്ന് കണ്ടു നോക്കാം. മലയാള സിനിമ മേഖലയെ വികസിപ്പിക്കാൻ സർക്കാർ സമഗ്ര പദ്ധതികൾ തയ്യാറാക്കും. ഇതിന്റെ ഭാഗമായി ജെ.സി. ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കും. സിനിമയ്ക്ക് വ്യവസായ പദവി നൽകൽ, അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനായി സ്ഥിരമായ വേദി സൃഷ്ടിക്കൽ, ആന്റി പൈറസി സെല്ലുകൾ രൂപീകരിക്കൽ, ദേശീയ അന്താരാഷ്ട്ര സിനിമാ നിർമ്മാണത്തെ ആകർഷിക്കുന്നതിന് അനുയോജ്യമായ അന്തരീക്ഷം രൂപപ്പെടുത്തൽ എന്നിവ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. ഇതിനായി 100 കോടി രൂപ വകയിരുത്തുന്നു.